ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജനുവരി 21, 2025 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, യൂറോപ്പിലെ ചാമ്പ്യൻ ക്ലബിനെ കണ്ടെത്തുവാനായുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കുകയാണ്. ഇന്ന് 7ാം റൗണ്ട് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ്. 36 ക്ലബ്ബുകളാണ് ആദ്യ റൗണ്ടിൽ പ്രിലിമിനറി റൗണ്ടിൽ മത്സരിക്കുന്നത്. അതും ഒരു ടീമിന് 8 വ്യത്യസ്ത ക്ലബ്ബുകളുമായി മത്സരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം പല പ്രമുഖ ക്ലബ്ബുകൾക്കും കടുപ്പമേറിയതാണ്. ഇതുവരെ പൂർത്തിയായ 6 റൗണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് ക്ലബ്ബായ ലിവർപൂളും അവർ എല്ലാ മത്സരവും വിജയിച്ചിട്ടുണ്ട്. അതേസമയം ഒരു മത്സരം മാത്രം പരാജയപ്പെട്ട ബാർസലോണ, സ്പാനിഷ് ക്ലബ്ബാണ്, ഇവർ രണ്ടുപേരും മാത്രമാണ് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയിട്ടുള്ളത്. അതേസമയം 3 ക്ലബ്ബുകൾ ഇതിനകം പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. ജർമ്മൻ ക്ലബ്ബായ ലെപ്സിഗ്, അതുപോലെ ഒരു ചെക്കോസ്ലോവാക്യൻ ക്ലബ്ബായ സ്ലോവാൻ ബ്രാറ്റിസ്ലാവ, അതുപോലെ യങ് ബോയ്സ്. ഈ 3 ക്ലബ്ബുകൾ ഇതിനോടകം പുറത്തായിട്ടുണ്ട്. അതേസമയം പ്രമുഖ ക്ലബ്ബുകളായ നിലവിലുള്ള ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ്, അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ പ്രമുഖ ടീമായ പാരീസ് സെൻറ്റ് ജർമ്മൻ, ഈ 3 ക്ലബ്ബുകളും പുറത്താകൽ ഭീഷണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് യഥാക്രമം PSG-ക്ക് 7 പോയിൻറ്റും മാഞ്ചസ്റ്റർ സിറ്റിക്ക് 8 പോയിൻറ്റും റയൽ മാഡ്രിഡിന് 9 പോയിൻറ്റും മാത്രമാണ് ഇതുവരെ ഉള്ളത്. അടുത്ത 2 മത്സരങ്ങളും വിജയിച്ചില്ലെങ്കിൽ, അത് 7ാം റൗണ്ടിലെയും 8ാം റൗണ്ടിലെയും മത്സരം വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇവർ ചിലപ്പോൾ പുറത്തായി എന്ന് വരാം. അതുതന്നെ അടുത്ത ഈ റൗണ്ടിലെ 7ാം റൗണ്ടിലെ ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി PSG-യുമായിട്ടാണ് കളിക്കുന്നത്. അത് നാളെയാണ് മത്സരം. നാളെ അർദ്ധരാത്രിക്ക് ശേഷമാണ്. അപ്പോൾ ഈ 2 ടീമുകൾ, ഒരു ടീമിന് പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ നമുക്കറിയാം, ലിവർപൂളിന് മത്സരമുണ്ട്, അതുപോലെ ബാർസലോണയ്ക്ക് മത്സരമുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം ഉറപ്പാക്കിയ സ്ഥിതിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമല്ല. അതേസമയം ഈ കളി കൂടി ജയിക്കുകയാണെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കാൻ സാധിക്കും. മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്, നമുക്കറിയാം സ്പാനിഷ് ക്ലബ്ബാണ്, അവർക്ക് ഇന്ന് മത്സരമുണ്ട്. അവർ കളിക്കുന്നത് ജർമ്മൻ ക്ലബ്ബ് ലെവർകൂസനുമായിട്ടാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 12 പോയിൻറ്റും ലെവർകൂസന് 13 പോയിൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് കളി. അതുകൊണ്ട് തന്നെ അവർക്കാണ് വിജയസാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അവർക്ക് ലെവർകൂസനെ മറികടക്കാനുള്ള പോയിൻ്റ് നിലയിലും ഒക്കെ മറികടക്കാനുള്ള സാധ്യത ഇന്നുണ്ട്. അതുപോലെ അറ്റ്ലാന്റയ്ക്ക് ഇന്ന് കളിയുണ്ട്. അറ്റ്ലാന്റ ഇറ്റാലിയൻ ക്ലബ്ബാണ്. അവർ 13ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു മത്സരത്തിൽ മൊണോക്കോയും ആസ്റ്റൺ വില്ലയും തമ്മിലാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരമുള്ളത്. മൊണോക്കോക്ക് 10 പോയിൻറ്റും ആസ്റ്റൺ വില്ലയ്ക്ക് 13 പോയിൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ മൊണോക്കോയുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് കളി. മൊണോക്കോ ജയിക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ലയെ മറികടക്കാനുള്ള ഒരു സാധ്യത ഇന്നുണ്ട്. ബാർസലോണ ഇന്ന് മത്സരിക്കുന്നത് ബെനിഫിക്കയുമായിട്ടാണ്. ബെനിഫിക്ക പോർച്ചുഗീസ് ക്ലബ്ബാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ചാമ്പ്യൻസ് ലീഗ് അപ്ഡേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നാളെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.